പ്രചരണത്തിന് ഇന്ന് കേരളത്തിൽ ഏതൊരു പ്രമുഖ നേതാവ് ഇറങ്ങിയാലും പ്രചരണം കുളമാക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ ശശി തരൂർ കഴിഞ്ഞ ദിവസം മലപ്പുറം ഭാഗത്ത് പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ശശി തരൂരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രചരണ സമയമല്ല അല്ലാതെ ഹോൺ അടിച്ചത് കൂടിപ്പോയി ഇഷ്ടപ്പെടാതെ രണ്ട് യുവാക്കൾ CPM ബന്ധമുള്ള രണ്ട് യുവാക്കൾ ശശി തരൂരിൻ്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ശശി തരൂരാണ് എന്ന് കണ്ട ഉടനെ തന്നെ ആവേശഭരിതമായി അവർ ശശി തരൂരിനെ അസഭ്യം വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഈ രമേശ് പിഷാരടിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് ഒരു ഭാഗത്തേക്ക് ഇറക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ധർമ്മടത്തും സമാനമായ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് പ്രതിനിധിക്ക് ഉണ്ടാകുന്നു. കളിച്ച പ്രധാനമന്ത്രിയോടും അതേ കളി കളിക്കാമെന്ന് ചിലർ വിചാരിച്ചിരുന്നു. ആ പ്ലാൻ 8 നിലയിൽ പൊട്ടുകയും SPG അടക്കമുള്ള സംഘം അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ചെയ്തതിന് പിന്നാലെ പോലീസ് അയാളെ തൂക്കിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പെപ്പർ സ്പ്രേയുമായി യുവാവിനെ കണ്ടെത്തി. യുവാവിനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. കൽപ്പാളയം ജംഗ്ഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന സ്പ്രേ കുപ്പി ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ മാറ്റുകയായിരുന്നു. സ്പ്രേ സഹോദരിക്ക് നൽകാനായി കൊണ്ടുവന്നതാണെന്നാണ് ഇയാൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചത്. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അതുമല്ലാതെ ഇതെന്തെങ്കിലും ഗൂഢാലോചനയുടെ പിന്നാലെ ഇയാൾ ചെയ്തതാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഫോടക വസ്തുക്കളോ മറ്റ് ആയുധങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ബോംബ് സ്ക്വാഡാണ് യുവാവിന്റെ പക്കൽ നിന്ന് സ്പ്രേ കുപ്പി കണ്ടെത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുരക്ഷാ വലയം ഭേദിച്ചാണ് യുവാവ് സ്പ്രേയുമായി എത്തിയത് എന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൽപ്പാളയം ജംഗ്ഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് കൈവശം പെപ്പർ സ്പ്രേ ഉണ്ട് എന്ന് വ്യക്തമായത്. ഉടൻ തന്നെ ഇയാളെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ ഇത്തരമൊരു വസ്തുവുമായി എത്തിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ പോലീസ് ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ മുൻകാല ചരിത്രവും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരുന്നു. ഇനി മുഖ്യമന്ത്രിയെ പോലും വധിക്കാനുള്ള നീക്കമായിരുന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവന് പോലും ആപത്താകുന്ന നീക്കമായിരുന്നോ ഉണ്ടായത് എന്ന ചോദ്യവും ഉയരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി യുവാവിനെ നേരിട്ട് ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിനെയും അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. യുവാവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയതായാണ് വിവരം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആസൂത്രിതമായോ നീക്കമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുത്തവരിൽ പലരും യുവാവിനെ തടഞ്ഞുവെച്ചതായും വിവരമുണ്ട്. അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. അതായത് ഇയാൾ മോദി വരും എന്നറിഞ്ഞപ്പോൾ മോദി എന്നാ പിന്നെ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ ആവേശഭരിതയായി നിൽക്കുകയായിരുന്നു. മാത്രമല്ല ഒരു അസ്വാഭാവികത അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് തന്നെ തോന്നിയിരുന്നു. അതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരാണ് ഇടപെട്ട് ഈ ഒരു കാര്യം ചെയ്തത്. എന്തായാലും ഇയാളുടെ ഒരു അസ്വാഭാവിക സ്വഭാവം ഒക്കെ തന്നെ മനസ്സിലാക്കിയ നാട്ടുകാർ തന്നെ കൃത്യമായി ഇടപെടുകയായിരുന്നു. യുവാവിന്റെ ഫോൺ രേഖകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ നടക്കാനിരിക്കുന്ന VIP സന്ദർശനങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ശശി തരൂരിന് നേരെ ഉണ്ടായ ആക്രമണം, ഇതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 സംഭവ വികാസങ്ങൾ ഇത്തരത്തിൽ പ്രചരണ വേളയിൽ പ്രവർത്തകർക്ക് നേരെയും രാഷ്ട്രീയക്കാർക്ക് നേരെയും നേതാക്കന്മാർക്ക് നേരെയും ഉണ്ടാകുന്ന ഈ ഒരു ആക്രമണം അത്ര നല്ലതല്ല എന്ന് വ്യക്തമാക്കുന്നു. അതിനെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാവുകയാണ്.